ഹലോ, ഇത് കൊടൈക്കനാൽ പോകുന്നൊരു വ്ളോഗാണേ. നമ്മൾ വൈകുന്നേരമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോകുന്നതിന് മുന്നേ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ തെക്കേമല ഷോറൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് പാഞ്ചാലിമേട്ടിലാണ്. അപ്പം പാഞ്ചാലിമേട്ടിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായിരുന്നു സമയം. പിന്നാണെങ്കിൽ നമ്മൾ പാഞ്ചാലിമേട്ടിൽ ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ആ സ്റ്റേയിലോട്ട് പോകുന്ന, അത് ടേൺ ചെയ്യുന്ന വഴി എന്ന് പറയുന്നത്. മണ്ണിട്ട റോഡാണ്. അടുത്തടുത്തൊന്നും പ്രോപ്പർട്ടി ഇല്ല, അവിടെ ഇവിടെയായിട്ടൊക്കെ പ്രോപ്പർട്ടികളുള്ളൂ. പിന്നെ ഒരു സ്കെയറി ആയിട്ടുള്ള റൂട്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് പറയാമല്ലോ, രണ്ട് സൈഡിലും കാടായിരുന്നു. പിന്നെ നമ്മൾ അറ്റ് ലാസ്റ്റ് അവിടെ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡായിരുന്നു കേട്ടോ ആ പ്രോപ്പർട്ടി, നല്ല റോഡൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവർ രണ്ടും അവിടുത്തെ കെയർ ടേക്കർമാരാണ്. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ട് റൂമിൽ കയറി. റൂം ഒരു കൊളോണിയൽ സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതായിരുന്നു. അവർ സ്റ്റോണൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ആ കട്ടിലൊക്കെ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിനെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ആർക്കിടെക്ചറായിരുന്നു അവിടെ ചെയ്തിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് വരുമ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുകയും ചെയ്തു റൂമിൽ വെച്ചിട്ട്. പിറ്റേ ദിവസം രാവിലെ ആയി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ കോടയായിരുന്നത് കൊണ്ട് നമുക്ക് വലിയ വ്യൂ ആയിട്ട് കിട്ടിയില്ല. ഫുള്ള് കോട മൂടി കിടക്കുമായിരുന്നു കേട്ടോ. ഇത് താഴെയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മുടെ കോട്ടേജിലോട്ട് എത്താൻ വേണ്ടി. പിന്നെ മേളിൽ ടെറസിൻ്റെ അവിടോട്ട് പോകുന്ന സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു വ്യൂ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് കോടയായിരുന്നതുകൊണ്ട് നമുക്ക് അധികം വ്യൂ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് താഴെ ഇറങ്ങി വരികയും ചെയ്തായിരുന്നേ. താഴെ ഇറങ്ങി വരുമ്പോൾ അപ്പുറത്ത് ഒരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ താഴെ ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് കോട മാറി. അപ്പോഴത്തേ ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം താമസിയാതെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. കോടയൊക്കെ അപ്പോഴത്തേക്ക് കുറേ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിനി കമ്പംതേനി വഴിയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഗീ റോസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. ഇനി നമ്മൾ കൊടയിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അതേ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് എത്തിയപ്പോൾ അതേ തെങ്ങും വാഴത്തോപ്പും ഒക്കെ ആയിട്ട് തമിഴ്നാട് എത്തിയെന്ന് കാണിക്കുന്ന ഒരു റൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കിടയ്ക്ക് ഒരു വഴി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് എങ്ങോട്ടാണ് ഈ വഴി പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇങ്ങനെ ഒരു ലാൻഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫെൻസസ് ഒക്കെ ആയിട്ട്. ബാക്കി അടുത്ത പാട്ടി പറയാം.